കഴിഞ്ഞ ദിവസം നടന്ന റെമഡിയൽ സെഷനിടെ കുട്ടി എന്നോട് ചോദിച്ചു, ഉസ്താദേ ഞാനൊന്ന് ക്ലേയിൽ കളിക്കട്ടെ എന്ന് ചോദിച്ചു. സ്വാഭാവികമായിട്ട് ഞാൻ കരുതി അക്ഷരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയായിരിക്കും ചോദിക്കുന്നതെന്ന്. എന്നാൽ കുട്ടി ക്ലേ കയ്യിലെടുത്തുകൊണ്ട് ഞൊടിയിടകൾക്കുള്ളിൽ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി ശേഷം ഒരു കാലിൻ്റെ രൂപത്തിലായി. എന്താണെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു തലയും അതുപോലെ തന്നെ ഒരു വാലൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പെട്ടെന്ന് ഒരു ദിനോസറിനെ ഉണ്ടാക്കിയിട്ട് എൻ്റെ മുന്നിൽ വെച്ചു. സത്യം പറഞ്ഞാൽ അത്ഭുതം എന്ന് തന്നെ എനിക്ക് തോന്നി. കാരണം ഇത്തരത്തിൽ സ്റ്റഡി ബാക്ക്വേർഡ്നെസ് ഉള്ള കുട്ടിയായതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. സത്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. അവർക്ക് ഒരു കഴിവില്ല എങ്കിൽ മറ്റൊരു കഴിവുണ്ടാകുമല്ലോ. അപ്പോൾ അത്തരത്തിൽ ഞൊടിയിടകൾക്കുള്ളിൽ അതുണ്ടാക്കാൻ ശ്രമിക്കുകയും അതിൽ ആ കുട്ടി വിജയിക്കുകയും ചെയ്യുകയാണ്. ശേഷം ഞാനതൊന്നും ഉണ്ടാക്കി നോക്കിയ സമയത്ത് എനിക്കിത് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രക്ഷിതാക്കളോടും അതുപോലെ തന്നെ പ്രിയപ്പെട്ട അധ്യാപകരോടും പറയാനുള്ളത്, ഒരു കഴിവ് ഒരു കുട്ടിക്കില്ല എങ്കിൽ മറ്റ് പല കഴിവുകളും അള്ളാഹു ആ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടാകും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ആ കുട്ടിക്ക് എല്ലാ കഴിവും ഉണ്ടാവണമെന്ന് നമ്മൾ വാശി പിടിക്കുകയല്ല വേണ്ടത്. ആ കുട്ടിക്കുള്ള കഴിവിനെ നമ്മൾ പരിപോഷിപ്പിക്കാൻ വേണ്ടി സഹായിച്ചാൽ ആ കുട്ടി നാളെ നിങ്ങളെ സന്തോഷപൂർവ്വം മനസ്സിൽ ഓർക്കുകയും നന്ദി പറയുകയും ചെയ്യും, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും.